ഹായ് വ്യൂവേഴ്സ്, നമ്മളിന്നൊരു ആക്ഷൻ മൂവിയാണ് തിരിച്ചെത്തിയിരിക്കുന്നത്. ആക്ഷൻ മൂവി ആയതുകൊണ്ട് മാത്രമല്ല, സാധാരണ ആക്ഷൻ മൂവീസിൽ ഹീറോസ് ആയിട്ടാണ് ആൾക്കാർ വരാറുള്ളത്. ഇതിലൊരു ഹീറോയിനാണ്. അത് നമുക്ക് സാധാരണ സംഭവമല്ല, ഹോളിവുഡിൽ എപ്പോഴും സംഭവിക്കാറുള്ളതാണ്. അപ്പോൾ ഈ ഒരു മൂവി ആക്ഷൻ മൂവി മാത്രമല്ല, ഇതിനോടൊപ്പം തന്നെ അത്യാവശ്യം മിസ്റ്ററിയും അതുപോലെ തന്നെ അത്യാവശ്യം ക്രൈം ത്രില്ലർ എന്ന രീതിയിലേക്ക് ഈ മൂവി ഒരു പച്ച പിടിച്ചങ്ങോട്ട് പോകുന്നുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഒറ്റ സ്ട്രെച്ചിലിരുന്ന് കാണുകയാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി സമയം നന്നായിട്ട് പോകും. ഏകദേശം 1 മണിക്കൂർ 45 മിനിറ്റ് 49 മിനിറ്റോളം മൂവിയുണ്ട്. 49 മിനിറ്റോളം മൂവിയുണ്ട്. തുടക്കം മുതൽ എൻഡ് വരെ ഒറ്റ സെച്ചിൽ നിന്ന് കാണുമ്പോൾ അങ്ങനെ സമയം പോകണമെന്ന് അറിയില്ല. ആൻഡ് മൂവി വൃത്തിയാണ്. ആൻഡ് നമ്മളിന്ന് പറയാൻ പോകുന്നത് 2025 പുറത്തിറങ്ങിയിട്ടുള്ള എക്സ് ടെർട്ടിൽ എന്ന് പറയുന്നിട്ടുള്ള ജർമ്മൻ ലാംഗ്വേജിൽ പുറത്തിറങ്ങിയ മൂവിയാണ്. ഇതിന് ഇംഗ്ലീഷ് ലാംഗ്വേജും അവൈലബിൾ ആണ്. ചില സ്ഥലത്തൊക്കെ ഇംഗ്ലീഷാണ് റിലീസായത്. ജർമ്മനിയിൽ ഭൂരിഭാഗം ജർമ്മൻ ലാംഗ്വേജിലെ പടം തന്നെ ഇറങ്ങിയത്. അപ്പോൾ ഈ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത്, ഹീറോയിൻ ഒരു എക്സ് മിലിറ്ററി ഓഫീസറാണ്. ഹീറോയിൻ്റെ ലൈഫിൽ ചില ഡ്രോബാക്കുകൾ ഉണ്ടായിട്ടുണ്ട് തൻ്റെ ജോലിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പം അതിൻ്റെ സംഘർഷങ്ങൾ കാരണം പുള്ളിക്കാരിൻ്റെ ജോബൊക്കെ വിട്ടിട്ട് നിൽക്കുകയാണ്. അതുപോലെ ഒരു പ്രത്യേക മാനസിക നിലയിലാണ് പുള്ളിക്കാരി ഉള്ളത്. അവിടെ നിന്ന് പുള്ളിക്കാരി ഒരു ഷിഫ്റ്റ് ആഗ്രഹിക്കുന്നുണ്ട്, US പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. തൻ്റെ ഒരു കുട്ടിയുണ്ട്, ഒരു 6-7 വയസ്സ് പ്രായമുള്ള കുട്ടിയുണ്ട്. ഈ കുട്ടീനെ കൂട്ടിക്കൊണ്ട് US പോകാനായിട്ടുള്ള പേപ്പർ ക്ലിയറൻസിനായിട്ട് US കോൺസുലേറ്റിൻ്റെ അവിടെ എത്തുന്ന പുള്ളിക്കാരിക്ക് അവിടെ വെച്ചിട്ട് തൻ്റെ കുട്ടീനെ മിസ്സാവുകയാണ്. പക്ഷേ പുള്ളിക്കാരി ഇതുപോയി പറയുമ്പോൾ ആരും അതങ്ങോട്ട് വിശ്വസിക്കുന്നില്ല. സം ഡ്രാമാറ്റിക് സീൻസ് അവിടെ നടക്കുകയാണ്. അവസാനം പുള്ളിക്കാരിക്ക് മനസ്സിലാവുകയാണ് താൻ ഒറ്റയ്ക്ക് ഇറങ്ങി തിരിച്ചാലേ തൻ്റെ കുട്ടീനെ കിട്ടുള്ളൂ എന്നുള്ളത്. കുട്ടീനെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു എവിഡൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലൂ ഒന്നും പുള്ളിക്കാരുടെ അടുത്തില്ല. ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് പുള്ളിക്കാരി ഒരു ഷെർലക് ഹോംസിൻ്റെ ബുദ്ധിയോടുകൂടി ഓരോ സിറ്റുവേഷൻസിനെയും തരണം ചെയ്ത് ഓരോരോ കാര്യങ്ങൾ മനസ്സിലാക്കി തൻ്റെ കുഞ്ഞ് എവിടെയാണ്, തൻ്റെ കുട്ടീനെ ആരായിരിക്കും തട്ടിക്കൊണ്ട് പോയിട്ടുള്ളത്, തട്ടിക്കൊണ്ട് പോയെങ്കിൽ എവിടെ പോയാൽ കണ്ടുപിടിക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നു. ആ അന്വേഷണം ഒരു ക്രൈം ത്രില്ലറായിട്ട് മാറുന്നു. അതായത് വേറെ ചില അന്വേഷണങ്ങളിലേക്ക് പോകുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതിനിടയിൽ വരുന്ന തടസ്സങ്ങളെയൊക്കെ പുള്ളി തൻ്റെ ആക്ഷൻ സീക്വൻസ് വെച്ച് നേരിടുകയാണ്. ശരിക്കും ഒരു ടോം ക്രൂസിൻ്റെ ഒക്കെ മോഡലുള്ള ചില ഫൈറ്റൊക്കെ ഉണ്ട്. ടോം ക്രൂസിനെ പോലെ എന്ന് പറയാൻ വെച്ചാൽ മിഷൻ ഇമ്പോസിബിളിൽ ഒരു ഭയങ്കര ഗംഭീര രംഗങ്ങളുണ്ട്. ആ രംഗങ്ങളുണ്ടെന്നല്ല, ഒരു സ്ത്രീ ആയിക്കൊണ്ട് തന്നെ ഒരു വുമൺ പെട്ടെന്ന് ഒറ്റയ്ക്കൊരു സാഹചര്യത്തിൽ വരുമ്പോൾ അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ പുള്ളിക്കാരി മാക്സിമത്തിൽ ചെയ്യുന്നുണ്ട്. ഞാൻ അതാണ് ഇവിടെ മീൻ ചെയ്തത്. അപ്പോൾ ആദ്യം തൊട്ട് അവസാനം വരെ ഈ ഒരു മൂവി കണ്ടിരിക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റും. എനിക്ക് ശരിക്കും തോന്നിയിട്ടുള്ളത് ഒരു 10-ൽ ഒരു 7.5 to 8 മാക്സിമം ഈ മൂവിക്ക് കൊടുക്കാൻ പറ്റുന്നത് തന്നെയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ അതിൽ കൂടുതൽ കൊടുക്കാൻ തോന്നും. ആക്ഷൻ മൂവീസൊക്കെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അത്യാവശ്യം കുറച്ച് ക്രൈം ത്രില്ലറൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു അലുവാ കഷ്ണമാണ് ഈ മൂവി. അപ്പോൾ നിങ്ങൾക്കിത് വാച്ച് ചെയ്യുന്നതുകൊണ്ട് യാതൊരു സമയനഷ്ടവും മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി വാച്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു മൂവിയുടെ കഥയായിട്ട് ഞാൻ നാളെ വരാം. ഞാനിപ്പോൾ മൂവീസിൻ്റെയൊക്കെ റിവ്യൂസ് വരുന്ന 1-2 മിനിറ്റിനകത്ത് ചുരുങ്ങി പോകാറുണ്ട്. എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എൻ്റെ ഒരു വിശ്വാസം. എന്തെങ്കിലുമൊക്കെ പറയാൻ വിട്ടുപോകുന്നുണ്ടെങ്കിൽ നിങ്ങളത് പറയുക. പിന്നെ എന്തെങ്കിലും പുതിയ സജഷൻസോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ ഞാൻ വീഡിയോ ഇമ്പ്രൂവ് ചെയ്യാം. കാര്യം ഞാൻ ഇന്ന് ചെക്ക് ചെയ്തപ്പോഴും വീഡിയോസ് സാധാരണ 2 മിനിറ്റ് 3 മിനിറ്റിൽ തീർന്നു പോകുന്നുണ്ട്. പിന്നെ ഡയറക്ടറിൻ്റെയും ഹീറോയിൻ്റെ ഒക്കെ പേരും ഫോട്ടോസൊക്കെ അധികം മെൻഷൻ ചെയ്യാണ്ട് ഞാൻ വീഡിയോ തന്നെ മെൻഷൻ ചെയ്യുന്നത്. എനിക്കത് നിങ്ങൾക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം തോന്നിയിട്ടില്ല. കാര്യം ഞാനും ഹീറോ ആരാണെന്ന് അറിഞ്ഞ് വെച്ചിട്ടൊന്നുമില്ല എല്ലാ പടങ്ങളും കാണുന്നത്. ചില പടങ്ങളൊക്കെ കാണുമ്പോഴാണ് അതിലിങ്ങനൊരു ഹീറോ ഉണ്ടെന്നും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മൂവീസിലൊരു ഉണ്ടായിരുന്നു എന്നൊക്കെ ഞാൻ അറിയുന്നത്. അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ അല്ല. എന്ന് വെച്ചിട്ട് ജോണി ഡെപ്പിന് ഫാൻസ് ഇല്ലാന്നോ ടോണി സ്റ്റാർക്കിന് ഫാൻസ് ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ RDJക്ക് ഫാൻസ് ഇല്ലെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഫാൻസ് ബേസിൽ മൂവീസ് കാണാറുണ്ട്. എന്നാലും ഹോളിവുഡിൽ അത് കുറച്ച് കുറവായതുകൊണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞ സമയം കളയിക്കാതെ വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്ത് വീഡിയോയുടെ ലെങ്ത് കുറച്ചുകൂടി കുറയ്ക്കുന്നുണ്ട്. പിന്നെ മസ്റ്റായിട്ട് പറയേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മെൻഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.